ലിഫ്റ്റിൽ നിന്നിറങ്ങിയ ദിശ ഷിബുവുമായി മുന്നോട്ട് നടന്നു. കുറച്ചു ദൂരം നടന്നതും അവരാ ഫ്ലോറിലെ ഒരു ഫ്ലാറ്റിന് മുന്നിലെത്തി. ദിശ കോളിംഗ് ബെൽ പ്രസ് ചെയ്തു. ഇത് ആരുടെ ഫ്ലാറ്റാ? ഷിബു ചോദിച്ചു. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെയാ, ദിശ മറുപടി പറഞ്ഞതും മുന്നിലെ ഡോർ തുറക്കപ്പെട്ടു. ഡോർ തുറന്ന ആളെ കണ്ടതും ഷിബു ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. അമ്മ! അവന്റെ അതരങ്ങൾ മുഴിഞ്ഞു. പിന്നാലെ അവന്റെ 3 പെങ്ങന്മാര് കൂടി വന്നതും ഷിബു ആകെ കിളി പാറി നിൽക്കുകയാണ്. നിങ്ങൾ എന്താ ഇവിടെ? ഇത് ആരുടെ ഫ്ലാറ്റാ? ഷിബു ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. ഷിബുവിനെ ഇവരെ അറിയോ? ദിശ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. എടോ, ഇതെന്റെ അമ്മയും പെങ്ങന്മാരുമാ. ഇവരാണോ ദിശ നേരത്തെ പറഞ്ഞ ആ പെൺപിള്ളേർ? ഷിബു ചോദിച്ചു. ഇത് ഷിബുവിന്റെ ഫാമിലിയാണോ? അപ്പോ എനിക്ക് ഫ്ലാറ്റ് മാറി നമുക്കിതോ അതിൽ പോയി നോക്കിയാലോ? ദിശ ചിരി ഉള്ളിലൊതുക്കിക്കൊണ്ട് പറഞ്ഞു. എന്റെ ദിശ, തമാശ കള. ഇവരെങ്ങനെ ഇവിടെ എത്തി? സത്യം പറ. ഞാൻ പറഞ്ഞാ മതിയോ? അഗസ്ത്യയുടെ ശബ്ദം കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കി. സാർ, എന്താ സാർ ഇതൊക്കെ? ഫ്ലാറ്റ്, ഇവരെന്താ ഇവിടെ? ഇത് ഷിബുവിന്റെ ഫ്ലാറ്റ് അല്ലേ? ഷിബുവിന്റെ ഫ്ലാറ്റിലല്ലേ ഷിബുവിന് വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടാവുക? സാർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. താനിങ് വന്നേ, ഞാൻ പറയട്ടെ. അഗസ്ത്യ ഷിബുവിന്റെ തോളിൽ കൈയിട്ട് ആ ഇടനാഴിയിലൂടെ മുന്നോട്ട് നടന്നു. ദിശയെ ഷിബുവിന്റെ അമ്മയും സഹോദരിമാരും അകത്തേക്ക് സ്വീകരിച്ചു. ഷിബു, ആ ഫ്ലാറ്റേ ഞാൻ ഷിബുവിന് ഗിഫ്റ്റായി തരുവാണെന്ന് കരുതിയാ മതി. അഗസ്ത്യ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ ഷിബു അവനെ നോക്കി. സാർ, ഞാനതിന് മാത്രം, എനിക്ക് ഷിബുവിന് വാക്കുകൾ കിട്ടിയില്ല. ഞാനതിന് മാത്രം സാറിന്റെ ആരാ? ഞാനതിനെ സാറിനൊരു സഹായം ചെയ്തില്ലല്ലോ. പിന്നെന്തിനാ ഇതുപോലൊരു ഗിഫ്റ്റ് എനിക്ക് തരുന്നത് എന്നൊക്കെയല്ലേ ഷിബു ഇപ്പൊ ചിന്തിക്കുന്നത്? സത്യം പറഞ്ഞാ ഞാൻ എന്ത് സഹായം ചെയ്താലും ഷിബു ചെയ്തതിന് പകരമാവില്ല. ഷിബു മാത്രമല്ല, സനലും. 2 തവണയാണ് നിങ്ങൾ ദിശയെ സംരക്ഷിച്ചത്. അതിലൂടെ നിങ്ങൾ എനിക്ക് തിരികെ തന്നതേ എന്റെ പ്രാണനെയാണ്. അന്ന് രാത്രി ഞാൻ ദിശയെ നിങ്ങൾ ഏൽപ്പിച്ചു പോയത് വെറുതെ ആയില്ല. അന്ന് രാത്രി നടന്നത് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലെങ്കിലും ഞാൻ അറിഞ്ഞു. ദിശ ഒന്നും അറിഞ്ഞില്ലായിരുന്നു, അതുകൊണ്ട് അവളും പറഞ്ഞില്ല. സാർ, ഞങ്ങൾ... അഗസ്ത്യ പറഞ്ഞത് കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽപ്പാണ് ഷിബു. അവൻ എന്ത് പറയണം എന്നറിയാതെയായി. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ലടോ. എനിക്കറിയാം, ദിശയെ ഇല്ലാതാക്കാൻ തന്നെയായിരുന്നു അവൾ എന്റെ ഫ്ലാറ്റിനകത്ത് കയറിയത്. അന്ന് എന്റെ ഫ്ലാറ്റിനകത്ത് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അന്ന് അവിടുത്തെ CCTV കംപ്ലൈന്റ് ആയിരുന്നു. പക്ഷെ തൊട്ടു മുന്നിലെ ഫ്ലാറ്റിന് മുൻവശത്തെ ക്യാമറയിലെ ചില ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. അന്ന് ആരോ അകത്ത് കയറുന്നതും കുറച്ചു കഴിഞ്ഞ് നിങ്ങൾ രണ്ടും കൂടി അവളെ പിടിച്ചു കെട്ടി ഫ്ലാറ്റിന് വെളിയിൽ കൊണ്ടുവരുന്നതും. സാർ, ഞങ്ങളത് മനഃപൂർവ്വം മറച്ചു വെച്ചതാ. ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളയിൽ വന്നതാ. അപ്പോഴാണ് ആ പെണ്ണ് കിച്ചണിലെ ഗ്യാസിനരികിൽ എന്തോ ചെയ്യുന്നത് കാണുന്നത്. സംശയം തോന്നിയ ഞാൻ ചെയ്തു വെച്ച് അവിടെ നിന്ന് തിരിച്ചു പോവുക, അതായിരുന്നു അവളുടെ ഉദ്ദേശം. അതിലൂടെ ഒരു പൊട്ടിത്തെറി പിഴച്ചു. ഞങ്ങളവളെ പിടിച്ചു കെട്ടി. പെണ്ണായതുകൊണ്ട് കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നല്ലോണം കൊടുത്തിരുന്നു. ദിശയുടെ ചില്ലി സ്പ്രേ ബോട്ടിൽ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അതും പ്രയോഗിച്ചു. ഓ, സാറും അച്ഛനും തമ്മിൽ ഇനിയും കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവേണ്ടെന്ന് കരുതി നമ്മ അടച്ചെന്നും മറച്ചു വെക്കുകയായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതും പറഞ്ഞ അഗസ്ത്യ ഷിബുവിന്റെ തോളിൽ തട്ടി. സാർ, ഒന്ന് ചോദിച്ചോട്ടെ, സാറിന്റെ അച്ഛൻ ഇതുപോലൊരു ക്രൂരത കാട്ടുമോ? എനിക്കറിയാവുന്ന എന്റെ അച്ഛൻ ഒരിക്കലും ഇത് ചെയ്യില്ല. ഷിബുവിന് മറുപടി നൽകാൻ അഗസ്ത്യക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. സാർ, ഇത്രയും വില കൂടി ഗിഫ്റ്റ് തരാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല. അവനില്ലാതെ ഞാൻ മാത്രം ഇവിടെ എങ്ങനെയാ? എന്റെ ഷിബു, നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്യുമ്പോൾ എണ്ണമെന്നല്ലേ ആഗ്രഹിക്കുന്നത്? ഇതിപ്പോ തന്നോളം അർഹത മറ്റാർക്കും ഇല്ല അല്ലേ? അതുമല്ല, ഫാമിലി ബാക്ക്ഗ്രൗണ്ടും മോശമല്ല. സോ സനലിന് ഇതുപോലൊരു ഗിഫ്റ്റ് എന്നിൽ നിന്നും സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. താനിവിടെ സെറ്റിൽഡ് ആയ സനലും സെറ്റിൽഡ് ആവാൻ റെഡിയാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ തനിക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. അവനോട് പറഞ്ഞേക്ക് ലൈറ്റ് പിടിക്കാൻ വേറെ ആളെ കണ്ടുപിടിക്കാൻ. അഗസ്ത്യ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ ഷിബു അവനെ തന്നെ നോക്കി. അഗസ്ത്യ ലിഫ്റ്റിനകത്ത് കയറിയപ്പോ താൻ അമ്മയെയും പെങ്ങന്മാരെയും കണ്ടിട്ട് വരാനും പറഞ്ഞു ഷിബു തിരിഞ്ഞു നടന്നു. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഡിന്നർ കഴിച്ച് പിരിഞ്ഞു. എല്ലാവരും പോയതിന് പിന്നാലെ അഖിലും ദിജിയും പോവാനിറങ്ങി.
അവരുടെ കൂടെ ദിശയുടെ അച്ഛനും അമ്മയും കൂടി പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അഗസ്ത്യ ദിശയെ അന്വേഷിച്ചു കിച്ചണിലേക്ക് നടന്നു. അന്നേരം ദിശ ബാക്കി വന്ന ഫുഡൊക്കെയും ഫ്രിഡ്ജിൽ വെച്ച് കൗണ്ടർ ടോപ്പൊക്കെയും ക്ലീൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു. പണികളൊക്കെയും കഴിഞ്ഞ് തിരിയാൻ നേരമാണ് അഗസ്ത്യ പിന്നിലൂടെ വന്ന് അവളെ പുണരുന്നത്. കഴിഞ്ഞില്ലേ? അവളുടെ കാതോരം ചുംബിച്ചു കൊണ്ടവൻ ചോദിച്ചു. കഴിഞ്ഞു. അവൾ അവനെ നേരെ തിരിഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞു. അതെ, നിന്റെ അച്ഛനും അമ്മയും അഗിയുടെ കൂടെ പോവാനിറങ്ങി. അച്ഛന് നാളെ രാവിലെ എവിടെയോ പോവാനുണ്ടെന്ന്, അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചില്ല, ദിശ നിസ്സാരമട്ടിൽ പറഞ്ഞു. ദിശ രാത്രിയുടെ നിശബ്ദതയിൽ ചുറ്റിനും ഇരുട്ടാകുമ്പോൾ ചന്ദ്രനും നക്ഷത്രങ്ങളും ആകാശത്ത് ഉയർന്നു വരുമ്പോൾ ഒരു കായൽ സവാരി, അതും കൊച്ചു വെള്ളത്തിൽ, അതിൽ നീയും ഞാനും മാത്രം. ദിശ, നീ ഒന്ന് ഓർത്തു നോക്കിക്കേ, അടിപൊളിയായിരിക്കില്ലേ? അഗസ്ത്യ അവളുടെ കാതിൽ മുഖമുരസിക്കൊണ്ട് പറഞ്ഞു. നമ്മൾ മാത്രോ? അപ്പൊ പിന്നെ വഞ്ചി ആറ് തുഴയും? നിന്റെ അച്ഛൻ. അഗസ്ത്യ വല്ലാത്തൊരു ഫീലോടെ പറയുന്നതിനിടയിൽ ദിശയിൽ നിന്നും ചോദ്യം ഉയർന്നതും അന്നേരത്തെ അഗസ്ത്യയുടെ മറുപടി കേട്ട് അവൾ അവന്റെ കബിളിൽ ഒരു കടി വെച്ചു കൊടുത്തു. ദച്ചൂസ്, ഞാൻ പറയുന്നത് മുഴുവനും കേക്ക്. ശരി, പറ. അക്കരെ എത്തുന്നത് വരെ മിന്നുന്ന നക്ഷത്രങ്ങളെയും തിളങ്ങുന്ന ചന്ദ്രന്റെയും കാഴ്ചയിൽ നമുക്ക് മുഴുകാം. വെള്ളത്തിന്റെ അലകളുടെ ശബ്ദത്തോടെയുള്ള ശാന്തമായ യാത്ര വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും. അക്കരെ എത്തിയാലേ കായലിനോട് ചേർന്ന് ഒരു റിസോർട്ടുണ്ട്. എന്റെ സുഹൃത്തിന്റെയാ. ഞാൻ അവരോട് പറഞ്ഞൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി പോയാൽ നാളെ രാത്രി അതേ വള്ളത്തിൽ തിരികെ മടങ്ങാം. മോളെയും കൊണ്ട് ഈ രാത്രി വള്ളത്തെ എങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ, അതാ ഞാൻ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അവര് പോവാൻ ഇറങ്ങിയില്ലേ? ദിശ പറഞ്ഞു. എന്നാലും നിനക്ക് ചെറുതായി നിർബന്ധിക്കായിരുന്നു. ഞാനേ ഒരുപാട് ആഗ്രഹിച്ചു പോയി, അഗസ്ത്യ പരിഭവിച്ചു. അമ്മേ, അച്ഛാ, ഞങ്ങൾക്ക് ഇന്ന് പുറത്തു പോയി റൊമാൻസിക്കാനുള്ളതാ. അതുകൊണ്ട് അമ്മയും അച്ഛനും ഇവിടെ നിൽക്കണം. നിങ്ങളുടെ കൂടെ നിധിമോളെയും കൂടി കിടത്തണം. പാവം എന്റെ സച്ചോട്ടൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി. ഞാൻ അവരോട് പോയി ഇങ്ങനെ പറയാം. എന്താ, പറയണോ? അവന്റെ അതരങ്ങളിൽ അമർത്തി മുത്തിക്കൊണ്ടാണ് അവൾ അത് പറഞ്ഞത്. ദിശയെ അന്വേഷിച്ച് കിച്ചണിലേക്ക് വരികയായിരുന്ന അമ്മ ഇരുവരുടെയും സംസാരവും റൊമാൻസും കണ്ട് ചെറുചിരിയാലെ തിരിഞ്ഞു നടന്നു. അപ്പോ എന്റെ വള്ളം സവാരി വെള്ളത്തിലായി. അഗസ്ത്യ ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. ഏറെക്കുറെ. നമുക്ക് ഇനിയൊരിക്കൽ പോവാലോ? അഗസ്ത്യയുടെ കവിൾ പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് ദിശ പറഞ്ഞു. അഖിലും ദേയും പോവാനൊരുങ്ങി. തങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ അച്ഛനും അമ്മയും നദിയെ കളിപ്പിച്ചിരിക്കുന്നത് കണ്ട് അഖിൽ കാര്യം തിരക്കി. ഞങ്ങള് വരുന്നില്ല, ദച്ചുവിന് എക്സാമൊക്കെ വരുമല്ലേ. നിധിമോളുടെ കാര്യം അവളെ കൊണ്ട് ഒറ്റക്ക് പറ്റില്ല. അതുകൊണ്ടേ കുറച്ചുനാൾ ഞങ്ങൾ ഇവിടെ നിന്നാലോന്ന് വിചാരിക്കുക. അച്ഛന്റെ മറുപടി കേട്ട് അഗസ്ത്യയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയുന്നത് ദിശ നോക്കി നിന്നു. അഖിലും ദിയയും പോയതും അച്ഛനും അമ്മയും നിധിയും കൊണ്ട് തങ്ങളുടെ മുറിയിലേക്ക് നടന്നു. അന്നേരം അഗസ്ത്യ ദിശയും പൊക്കിയെടുത്ത് വട്ടം കറക്കി തന്റെ സന്തോഷം പ്രകടിപ്പിച്ചു. പക്ഷെ അവന്റെ സന്തോഷത്തിന് അധികം ആയുസ്സില്ലായിരുന്നു. രണ്ടും റെഡിയായി വന്നപ്പോഴേക്കും ശക്തമായ മഴ. ഈ മഴയത്ത് എങ്ങനെ കായൽ സവാരി ആസ്വദിക്കും? വാടിയ മുഖത്തോടെ അഗസ്ത്യ പറയുന്നത് കേട്ട് ദിശയ്ക്ക് ചിരി പൊട്ടി. അവളുടെ ചിരി കണ്ട് അഗസ്ത്യ അവളെ കോർപ്പിച്ചു നോക്കി. എന്നാ നമുക്ക് ഒരുമിച്ച് ഈ മഴയിൽ നനഞ്ഞാലോ? ദിശയുടെ ചോദ്യം കേട്ട് അത് നല്ലൊരു ഐഡിയ ആണെന്ന് അഗസ്ത്യക്ക് തോന്നി. മഴ, സാരി, റഹ്മാൻ സോങ്. ആഹാ, അന്തസ്. അപ്പൊ എങ്ങനെ, നമുക്ക് സാരി എടുത്തിട്ട് വന്നാലോ? അഗസ്ത്യയുടെ പറച്ചിൽ കേട്ട് ദിശയുടെ നെറ്റി ചുളിഞ്ഞു. പ്ലീസ് എന്ന പോലെ അവൻ കണ്ണുകൊണ്ട് കെഞ്ചിയതും ദിശ മുറിയിലേക്ക് നടന്നു. പിന്നാലെ അഗസ്ത്യവും. ഡോർ ലോക്ക് ചെയ്ത് തനിക്കരികിലേക്ക് നടന്നു വരുന്നവനെ കണ്ടതും ദിശ വല്ലാത്ത ഭാവത്തിൽ അവരെ നോക്കി. അഗസ്ത്യ വാർഡ്രോബിനരികിലേക്ക് നടന്നു. അതിൽ നിന്നും തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട സാരി എടുത്ത് ബെഡിന് മുകളിൽ വെച്ചു. ദിശയുമായി അവൻ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നു. ഇരുവരുടെയും നോട്ടം കണ്ണാടിയിലേക്ക് നീണ്ടു. അവൾ ഇട്ടിരിക്കുന്ന ചുരിദാറിന്റെ സിബിലേക്ക് അവന്റെ കൈ നീണ്ടതും അവളുടെ മുഖം കുനിഞ്ഞു. സിബ് മുഴുവനായും വലിച്ചൂരി തോളിൽ നിന്ന് ടോപ്പ് പിടിച്ച് താഴ്ത്തിയതും ടോപ്പ് മുഴുവനായും തറയിലേക്ക് ഊർന്നു വീണു. ഇന്നർ വെയറിലായി കണ്ണാടി കൂടി കാണുന്ന അവളുടെ പ്രതിബിംബത്തെ അവൻ പ്രണയം കലർന്ന ഭാവത്തിൽ നോക്കി നിന്നു. തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന അഗസ്ത്യയെ കാണും തോറും അവളുടെ മുഖം നാണത്താൽ ചുവന്നു തൊടുത്തു. അവന്റെ നോട്ടം താങ്ങാനാവാതെ അവൾ അവനെ നേരെ തിരിഞ്ഞു.
അവന്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. അവൻ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി അവളുടെ മാറിൻ ചുഴിയിൽ അമർത്ത് ചുംബിച്ചതും അവൾ അവന്റെ മുടിയിൽ പിടുത്തമിട്ടു. അവൻ അവളുടെ കഴുത്തിലും മാറടിക്കലും മുഖമിട്ടുരസി അവളെ ഇക്കിളി കൂട്ടി. അവൾ ചിണുങ്ങിക്കൊണ്ട് അവനിലേക്ക് പതുങ്ങി. അവൻ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി വീണ്ടും കണ്ണാടിക്ക് അഭിമുഖമായി നിർത്തി സാരിയുടെ ബ്ലൗസ് ധരിപ്പിച്ചു. ശ്രദ്ധിച്ചുകൊണ്ട് ബ്ലൗസിന്റെ ഓരോ ഹുക്കുകളും ഇട്ടുതരുന്ന അഗസ്ത്യയുടെ അന്നേരത്തെ മുഖഭാവം ചുണ്ടിലൊളിപ്പിച്ച ചിരിയാൽ അവൾ കണ്ണാടിയിൽ കൂടി നോക്കി നിന്നു. അതിനിടയിൽ എപ്പോഴും അവന്റെ നോട്ടം കണ്ണാടിയിലേക്ക് നീണ്ടിരുന്നു. ആ നിമിഷം അവൾ നോട്ടം മാറ്റിക്കളഞ്ഞു. ചുരിദാറിന്റെ പാൻറ്റും ബ്ലൗസും മാത്രമിട്ട് നിൽക്കുന്ന പെണ്ണിന്റെ ഭംഗി അവൻ കുറച്ചു നേരം നോക്കി നിന്നു. അതിനിടയിൽ അവന്റെ കൈവിരലുകൾ അവളുടെ അണിവയറിൽ കുസൃതി കാട്ടി അലഞ്ഞു നടന്നു. അവന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയ ദിശ അവന്റെ കയ്യിൽ പിടുത്തമിട്ടു. ഞാൻ ചെയ്തു തരാന്നേ. അവളുടെ ഇടുപ്പിലൂടെ വട്ടം ചുറ്റി പിടിച്ചു. തന്നോട് അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അതിനിടയിൽ അവന്റെ കൈവിരലുകൾ അവളുടെ പാൻറിനകത്തേക്ക് അരിച്ചിറങ്ങി. വേണ്ടെന്നേ, ഞാൻ ചെയ്തോളാന്നേ. തന്നിൽ കുസൃതി കാട്ടുന്ന അവന്റെ കയ്യിൽ പിടിമുറുക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അതെന്താ വേണ്ടാത്തെ? മറ കയ്യാലെ അവളുടെ കൈ എടുത്തു മാറ്റിക്കൊണ്ടവൻ പറഞ്ഞു. അപ്പോഴേക്കും അവന്റെ കൈവിരലുകൾ അവളിലെ പുതിയ തീരം തേടി തുടങ്ങിയിരുന്നു. ഒരേങ്ങലോടെ അവൾ അവന്റെ തോളിലേക്ക് ചാഞ്ഞു പോയിരുന്നു. അടുത്ത നിമിഷം അവളിൽ നിന്നും ചുരിദാറിന്റെ പാൻറ്റും വേർപെട്ടു പോയി. അവൾ മുഖമുയർത്തിയതേയില്ല. നിമിഷങ്ങൾ കടന്നുപോയി. ബ്ലൗസും തന്നിൽ നിന്ന് വേർപെട്ടു പോകുന്നത് അവൾ സ്വപ്ന ലോകത്തെന്ന പോലെ അറിയുന്നുണ്ടായിരുന്നു. അവനിലെ കുറുമ്പ് കൂടി വന്നതും സ്വബോധത്തിലേക്ക് വന്ന ദിശ തന്റെ കോലം കണ്ട് അവനെ തള്ളി മാറ്റി ബെഡിനരികിലേക്ക് ഓടി ബ്ലാങ്കറ്റ് എടുത്ത് ദേഹം കവർ ചെയ്തു. വല്ലാത്ത ഭാവത്തോടെ തനിക്കരികിലേക്ക് നടന്നു വരുന്നവനെ കാണും തോറും അവൾ ബെഡിനരികിലേക്ക് നീങ്ങി. ഒറ്റ വലിക്കവൻ ബ്ലാങ്കറ്റ് വലിച്ചെടുത്തു. മീശത്തുമ്പ് കടിച്ചു പിടിച്ചു അവൻ. അവളെ മൊത്തത്തിലൊന്നൊഴിഞ്ഞു. ഇതുപോലൊരു കാഴ്ച കാണാൻ ഞാൻ എന്തോരം ആഗ്രഹിച്ചതാ. ഹേ ബിക്കിനി ഗേൾ, യു ലുക്ക് സോ ഹോട്ട് ആൻഡ് ക്യൂട്ട്. ഐ ലവ് യു. അവന്റെ നോട്ടവും പറച്ചിലും കേട്ട ദിശ നാണത്തോടെ ബെഡിലേക്ക് ചാഞ്ഞു. തലയുടെ കൊണ്ട് തന്റെ ശരീരം മറച്ചു പിടിച്ചു. എന്റെ പൊന്നു ദച്ചൂസേ, അന്ന് ശരിക്കൊന്ന് കണ്ടോട്ടെന്നെ. ഇയാൾക്ക് എപ്പോഴും ഇതന്നെയല്ലേ പണി? ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യ് പ്ലീസ്, അവൾ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അവളുടെ മേലെ നിന്ന് തലയിണ എടുത്തു മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞതും അവന്റെ കാഴ്ചക്ക് തടസ്സം സൃഷ്ടിച്ചു. അന്നേരം അവൻ അവളുടെ കൈ രണ്ടും അവളുടെ തലക്ക് മീതെ വരുന്ന പോലെ ലോക്ക് ചെയ്തു വെച്ച് അവളുടെ മേനിയുടെ സൗന്ദര്യം ആസ്വദിച്ചു. അവൾ അവന്റെ കയ്യിൽ നിന്നുള്ള പിടി അയച്ചു. ദിശ അവനെ ദഹിപ്പിച്ചു നോക്കി. അന്നേരം അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തി. ദേ, ഇത്രയേ ഉള്ളൂ. എനിക്ക് നിന്നെ എങ്ങനെയൊക്കെ കാണണമെന്ന് തോന്നിയോ? അങ്ങനെയൊക്കെ ഞാനത് കണ്ടിരിക്കും. ചുമ്മാ വാശി പിടിച്ച സമയം കളയണായിരുന്നോ? പെട്ടെന്ന് എഴുന്നേറ്റ് ആ സാരി ഒന്ന് ഉടുത്തേ. നമുക്ക് മഴ നനയണ്ടേ? ഞാനെങ്ങൂല്ല, ഇയാള് തന്നെ ആ സാരിയും ചുറ്റി ഒറ്റക്ക് മഴ നനഞ്ഞേച്ചാ മതി. എന്റെ മൂട് കളഞ്ഞിട്ട് മഴ നനയണം പോലും. അതും പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റി തറയിൽ വീണ് കിടക്കുന്ന ബ്ലാങ്കറ്റ് എടുത്ത് ദേഹം കവർ ചെയ്തു. ശേഷം തിരിഞ്ഞു കിടന്നു. വരുന്നില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ? ആ അതെ. അപ്പോ ഇതും വെള്ളത്തിലായി. ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. എന്നെ ദേഷ്യം പിടിപ്പിക്കുമ്പോ ഓർക്കണായിരുന്നു ഇങ്ങനെ ചിലതൊക്കെ വെള്ളത്തിലാവുന്നത്. ആണല്ലേ? എന്നാ എന്റെ മോള് കുറച്ചു നേരം വെള്ളത്തിൽ കിടന്നിട്ട് ഉറങ്ങിയാ മതി. അഗസ്റ്റ് അവളുടെ ദേഹത്ത് നിന്നും ബ്ലാങ്കറ്റ് എടുത്ത് മാറ്റിക്കൊണ്ട് പറഞ്ഞു. അവൾ എന്തെങ്കിലും പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുൻപ് അവൻ അവളെയും കൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നിരുന്നു. രാത്രി കളറാക്കാൻ വേണ്ടി നേരത്തെ ബാത്ത് ടബിൽ വെള്ളം നിറച്ചു വെച്ചിരുന്നു. അതിലവൻ അവളെ കൊണ്ടുപോയി അതുപോലെ കിടത്തിയതും അവന്റെ പ്രവൃത്തിയിൽ അവൾ ആകെ ദേഷ്യം പിടിച്ചു നിൽപ്പാണ്. അവളെ ടബിൽ കിടത്തി തിരിയാനൊരുങ്ങവെ അവൾ അവന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിമുറുക്കി അവനെ നോക്കി ദഹിപ്പിച്ചു. ഒപ്പം അവന്റെ ഷർട്ടിന്റെ 2-3 ബട്ടൺസ് അവൾ വലിച്ചു പൊട്ടിച്ചു. താങ്ക്സ്, ബാക്കി ഞാൻ അഴിച്ചോളാം. ഒരീണത്തിൽ അതും പറയുന്നതിനോടൊപ്പം അവന്റെ അധരങ്ങൾ അവളുടെ കവിളിൽ അമർന്നു. അവൻ തന്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി കയ്യിൽ കരുതിയിരുന്ന ടവൽ ചുറ്റി ഷവറിന് കീഴിൽ നിന്ന് കുളി ആരംഭിച്ചു. അതിനിടയിൽ ചുണ്ടു കൂർപ്പിച്ചു. അവൾക്ക് ഉമ്മ പറത്തി വിടുന്നുണ്ട്. അവന്റെ ബോഡി ഷോ കണ്ട് അവൾ കുറച്ചു നേരം സീൻ പിടിച്ചു.
അതിനിടയിൽ അവൾ സ്വബോധം വീണ്ടെടുത്ത് ഡീസന്റ് ആയി. അതെ, ഇയാളുടെ കുളിസീൻ കാണിച്ചു തന്ന് എന്നെ പ്രലോഭിപ്പിച്ച് ഇന്നത്തെ രാത്രി മനോഹരമാക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിലേ മോനെ ദിനേശ, നടക്കില്ല. അതെ, അങ്ങനെ പ്രലോഭനങ്ങളിലൊന്നും വീഴുന്ന ആളല്ല ഈ ദിശ പ്രഭാകർ. ടബിൽ മുട്ടിലൂന്നി നിന്നു അവനിലേക്ക് നോട്ടം പായിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവളുടെ പറച്ചിൽ കേട്ട അവൻ തന്റെ പ്രവൃത്തി അവസാനിപ്പിച്ചു. അവൾ കരികിലേക്ക് നടന്നു. ഓളെ ദിനേശി, ഇന്നത്തെ രാത്രി മനോഹരമാക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലേ അത് എന്ത് വില കൊടുത്തും ഞാനത് മനോഹരമാക്കിയിരിക്കും. അവളിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ടവൻ പറഞ്ഞു. ആഹാ, കോൺഫിഡൻസ് നല്ലതാ, പക്ഷേ ഓവർ കോൺഫിഡൻസ് അതത്ര നല്ലതല്ല. ഇരുവരും കണ്ണിലേക്ക് നോക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അതിനിടയിൽ അവളുടെ കൈ അവൻ എടുത്തിരിക്കുന്ന ടവലിലേക്ക് നീണ്ടു. അവളുടെ പ്രവൃത്തി മുൻകൂട്ടി കണ്ട അഗസ്ത്യ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. ഇപ്പൊ ആരെയാ പ്രലോഭിപ്പിക്കുന്നത്? അവന്റെ ചോദ്യത്തിൽ അവളൊന്ന് പതറി. അയ്യേ, അതല്ല, എനിക്ക് ഈ വെള്ളത്തിൽ നിന്ന് മടുത്തു. ആ ടവൽ ഇനി താ. അതെന്ന് പറഞ്ഞ പോരെ. ശേഷം അവൻ ഒന്ന് അമർത്തി മൂളി അവളെ മൊത്തത്തിലൊന്നൊഴിഞ്ഞു. അതിനിടയിൽ ഇരു കൈയാലെ അവളുടെ ഇന്നർവെയറിന്റെ സ്ട്രാപ്പ് വലിച്ചു താഴ്ത്തിയതും അവളുടെ അർത്ഥനഗ്ന മേനി അവന് മുന്നിൽ ദൃശ്യമായി. പോടാ, കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് വെള്ളം തെറിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവന്റെ നോട്ടം തന്നിലേക്ക് നീളുന്നത് കണ്ടതും അവൾ വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു. ദിശ, ചിലതൊക്കെ എന്നെ വല്ലാതെ കൊതിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വാഷ്റൂമിൽ നിന്നിറങ്ങി. കുറച്ചു നിമിഷത്തിന് ശേഷം അവൻ മറ്റൊരു ടവലുമായി തിരികെ വന്നു. ഡച്ചൂസ്, ഞാൻ സഹായിക്കണോ? ടവൽ വാങ്ങിക്കുന്നതിനിടയിലുള്ള അവന്റെ ചോദ്യം കേട്ട് അവൾ അവനെ കോർപ്പിച്ചു നോക്കി. ദിശ, ഞാൻ കാത്തിരിക്കും, പെട്ടെന്ന് വരണേ. അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തിക്കൊണ്ടാണ് അവനത് പറഞ്ഞത്. ശേഷം അവിടെ നിന്ന് ഇറങ്ങി നടന്നു. സച്ചുവേട്ടാ, ദിശയുടെ വിളി കേട്ട അഗസ്ത്യ പ്രതീക്ഷയോടെ തിരിഞ്ഞു നോക്കി. ഗുഡ് നൈറ്റ്. ഇയാളിനെ എന്നെയും കാത്ത് ഉറക്കം കളയണ്ടട്ടോ. അതിന് മറുപടിയൊന്നും പറയാതെ ഒരു പുഞ്ചിരി മാത്രം നൽകി അവൻ തിരിഞ്ഞു നടന്നു. അവൻ പോയെന്ന് ഉറപ്പുവരുത്തി അവൾ ടവലും ചുറ്റി ഡോർ ലോക്ക് ചെയ്തു. ഇതേ സമയം അഗസ്ത്യ തന്റെ കുരുട്ടുബുദ്ധി പ്രവർത്തിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. അവന്റെ പ്രതീക്ഷ ഇരട്ടിപ്പിക്കും വിധത്തിൽ പുറത്ത് മഴയും ഇടിമിന്നലും ശക്തി പ്രാപിച്ചതും അവന്റെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അഗസ്ത്യ അവരുടെ മുറിയിലെ പവർ കണക്ഷൻ വിച്ഛേദിച്ചു. അതേസമയം തന്നെയായിരുന്നു ശക്തമായി ഇടിവെട്ടിയതും. സച്ചുവേട്ടാ! വാഷ്റൂമിൽ നിന്ന് ദിശയുടെ കരച്ചിൽ കേട്ടിട്ടാണ് അഗസ്ത്യ തന്റെ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യുന്നത്. അതേ നിമിഷം തന്നെയാണ് ദിശ വാഷ്റൂമിന്റെ ഡോർ തുറക്കുന്നത്. അന്നേരം ഒന്നുകൂടി ഇടിവെട്ടിയതും അവൾ കാറ്റുപോലെ അവന്റെ നെഞ്ചിലേക്ക് അടഞ്ഞു. അവൾ ശരിക്കും പേടിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. ദിശ, ആര് ഓക്കെ? അവളൊന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. ഈ കറണ്ടിന് എന്ത് പറ്റിയെന്തോ, ഞാൻ താഴെ പോയി നോക്കിയിട്ട് വരട്ടെ, അവൻ ഒന്നും അറിയാത്ത പോലെ പറഞ്ഞു. വേണ്ട, എനിക്ക് പേടിയാ, അവനെ വിരിഞ്ഞു മുറുക്കിക്കൊണ്ടവൾ പറഞ്ഞു. താൻ എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ നടന്നിരിക്കുന്നു. ഇരുട്ടിൽ അഗസ്ത്യയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവന്റെ കൈവിരലുകൾ അവളിൽ തലോടലായി പതിഞ്ഞു. പേടിക്കണ്ട, ഞാനില്ലേ, അവളുടെ കാതോരം പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞു. ദിശ, ഈ നനഞ്ഞ ടവലെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ, ഇതിനെ വേണോ? അവന്റെ സ്വരം നിശ്വാസക്കാറ്റായി അവളുടെ കാതിൽ പതിഞ്ഞു. അന്നേരം അവൾക്ക് എതിർക്കാൻ തോന്നിയില്ല. അവൾക്കും തണുത്തു തുടങ്ങിയിരിക്കുന്നു. സമ്മതമെന്നോണം അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അവന്റെ കൈകളാൽ അവൾ ഉടുത്തിരിക്കുന്ന ടവൽ അടർന്നു വീണു. തന്റെ മുന്നിൽ പൂർണ്ണ നഗ്നയായി നിൽക്കുന്ന പെണ്ണിന്റെ മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് വെളിച്ചത്തിൽ അവനൊന്ന് നോക്കി. അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിനരികിലേക്ക് നടന്നു. അവളെ ബെഡിൽ കിടത്തി അവൻ മുറിയിൽ പല വർണ്ണങ്ങളിലുള്ള കാൻഡിൽസ് തെളിയിച്ചു. അതിനിടയിൽ അവന്റെ കണ്ണുകൾ ബെഡിൽ കിടക്കുന്ന പെണ്ണിലേക്ക് നീണ്ടു. തനിക്ക് നേരെ വരുന്ന അവന്റെ നോട്ടം കാണവേ അവളുടെ മുഖത്ത് ചുവപ്പ് രാശി പടർന്നു. അവന്റെ കാഴ്ചക്ക് തടസ്സം സൃഷ്ടിക്കാത്ത രീതിയിൽ അവൾ അവനിൽ നിന്ന് മുഖം വെട്ടിച്ചു. അവളുടെ പ്രവൃത്തി അവനെ ശരിക്കും ഞെട്ടിച്ചു. ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ അവളുടെ സൗന്ദര്യം അവൻ മതി വരുവോളം ആസ്വദിച്ചു. അവൻ അവളുടെ അരികിൽ വന്ന് അവളുടെ തൊട്ടരികിൽ കിടന്നു.
എനിക്ക് തണുക്കുന്നു, അവനിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് അവൾ പറഞ്ഞു. അവൻ ഇരുവരുടെയും ദേഹവും ബ്ലാങ്കറ്റ് കൊണ്ട് കവർ ചെയ്തു. ട്രാക്ക് പാന്റ് മാത്രമായിരുന്നു അവന്റെ വേഷം. അവനിലെ ചെറുചൂട് അവളുടെ നഗ്നമേനിയിലാക്കി പടർന്നു തുടങ്ങി. ഈ തണുപ്പ് മാറാൻ എന്റെ കയ്യിൽ ചെറിയൊരു ഐഡിയ ഉണ്ട്, കാണണോ നിനക്ക്? അവളുടെ കവളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. അടുത്ത നിമിഷം അവൻ അവളുടെ അതരങ്ങളെ അപ്പാടെ വായ്ക്കുള്ളിലാക്കി നുണയാൻ തുടങ്ങി. ഉള്ളിലെ സ്നേഹം മുഴുവൻ പകുത്തു നൽകും വിധം ഗാഠമായ ചുംബനം. അവന്റെ ചുംബനത്തിൽ ലയിച്ചുപോയ അവൾ സർവ്വതും വിസ്മരിച്ചു തിരിച്ചു അവനെ ചുംബിക്കാനൊരുങ്ങി. ഒപ്പം അവന്റെ കരലാളനങ്ങൾ അവളിലെ പെണ്ണിനെ തളർത്തി തുടങ്ങി. പ്രണയം കാമത്തിലേക്ക് വഴിമാറി തുടങ്ങി. രാത്രിയുടെ ഏതോ യാമത്തിൽ തന്റെ മാറിലേക്ക് തളർന്നു വീണ അവനെ ഒന്നുകൂടി അണച്ചു പിടിക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി മുട്ടിട്ടു. അവന് മുന്നിൽ അറിഞ്ഞുകൊണ്ട് തോറ്റുകൊടുത്തപ്പോ ഒരു ഭാര്യ എന്ന നിലയിൽ തന്റെ വിജയമായിട്ടാണ് അവരത് കണ്ടത്. താങ്ക്സ്, അവളുടെ കവളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. നമുക്കിടയിൽ ഇതുപോലൊരു താങ്ക്സ് വേണോ? ദിശ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. അറിഞ്ഞുകൊണ്ട് തോറ്റു തന്ന് എനിക്കിതുപോലൊരു മനോഹര രാത്രി സമ്മാനിച്ച നീ ഈ താങ്ക്സ് അർഹിക്കുന്നുണ്ടെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു. ഇനിയിപ്പോ വേണ്ടെങ്കിൽ തിരിച്ചു തന്നേക്ക്, അവൻ അവളുടെ കാതിലും കവിളിലും മുഖമുരസിക്കൊണ്ട് പറഞ്ഞു. തിരിച്ചു തരട്ടെ? അവൾ ചോദിച്ചു. അന്നേരം അവൾ അവന്റെ കവിളിൽ അമർത്തി കടിച്ചു. അവന് നന്നായി വേദനിച്ചിരുന്നു. കവൾ അമർത്തി ഒഴിഞ്ഞുകൊണ്ട് അവൻ അവളെ കോർപ്പിച്ചു നോക്കി. അവന് കുറുമ്പ് നിറഞ്ഞ ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ ആ കവിളിൽ അമർത്തി ചുംബിച്ചതും അവൻ അന്നേരം പ്രണയത്തിലുപരി അവളോട് വാത്സല്യമാണ് തോന്നിയത്. അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു തന്റെ നെഞ്ചോടടുപ്പിച്ചു. അവളുടെ നെറുകിൽ ചുംബിച്ചു. അപ്പോഴും പുറത്തു നിർത്താതെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. 2 ദിവസത്തിന് ശേഷം ദിയക്ക് നല്ല സുഖമില്ലെന്നും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്നും പറഞ്ഞിട്ടാണ് ദിശയും അഗസ്ത്യയും അങ്ങോട്ട് ചെല്ലുന്നത്. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ദിയ കഴിച്ച ഭക്ഷണത്തിൽ പോയ്സൺ കലർന്നിരുന്നുവെന്ന്. സംഭവം നടന്ന ഉടനെ ദിയ ഛർദ്ദിച്ചതുകൊണ്ട് വിഷം പകുതിയിലേറെ പുറത്തേക്ക് പോയിരുന്നു. അതിനാൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ അറിയിച്ചു. അതോടെ എല്ലാവർക്കും സമാധാനമായി. എന്നാൽ ദിയയുടെ ഉള്ളിൽ എങ്ങനെ വിഷമെത്തി എന്നറിയാതെ ദിശയ്ക്ക് ഇരിക്ക പൊറുതിയില്ലായിരുന്നു. ദിയ കണ്ണു തുറന്നതും അവൾ കാര്യം തിരക്കി. അപ്പോഴാണ് രേണു അപ്പച്ചി തനിക്ക് നൽകിയ ജ്യൂസിനെ കുറിച്ച് ദിയ തുറന്നു പറയുന്നത്. അത് കഴിച്ച ശേഷമാണ് തനിക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് ദിയ തുറന്നു പറഞ്ഞു. ദിശ അഗസ്ത്യയോട് അഖിലിനോട് ഇക്കാര്യം തുറന്നു പറഞ്ഞു. അഖിൽ തന്റെ അച്ഛന്റെയും അമ്മയുടെയും അച്ഛമ്മയുടെയും മുന്നിൽ വെച്ച് അപ്പച്ചിയോട് കാര്യം തിരക്കി. എന്നാ തനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞിക്കാരൻ നിഷേധിച്ച രേണുവിന്റെ കരണം പുകച്ചത് അശോക് ആയിരുന്നു. അന്നേരം രുക്മണി തടയാൻ ശ്രമിച്ചുവെങ്കിലും അശോക് കേൾക്കാൻ കൂട്ടാക്കിയില്ല. അശോക് രേണുവിന്റെ ഇരു കവളിലും മാറി മാറി അടിച്ചു. സത്യങ്ങൾ ഓരോന്നായി രേണു പറഞ്ഞു തുടങ്ങി. താനും ശ്യാമയും ചേർന്ന് അശോകിന്റെ പേരും പറഞ്ഞ് ദിശയോട് കാട്ടിയതൊക്കെയും രേണു ഓരോന്നായി പറഞ്ഞു. അഗസ്ത്യയുടെ ഫ്ലാറ്റിൽ ചെന്ന് അശോക് ദിശയോട് അങ്ങനെ സംസാരിച്ചത് താൻ പറഞ്ഞിട്ടാണെന്നും ബെഡ്ഷീറ്റ് വിൽക്കാനാണെന്നും പറഞ്ഞ ഒരു സ്ത്രീ അയച്ചതും അതിന് പിന്നാലെ ദിശയുടെ മുറിയിലേക്ക് ആ ക്രിമിനലിനെ അയച്ചതും അത് കഴിഞ്ഞ് ശ്യാമ ഫ്ലാറ്റിൽ ചെന്ന് ഗ്യാസ് ഓൺ ചെയ്ത് ദിശയെ കൊല്ലാൻ ശ്രമിച്ചതും ഒക്കെയും തന്റെയും ശ്യാമയുടെയും പ്ലാൻ ആയിരുന്നുവെന്നും അതിൽ അശോകിനൊരു പങ്കും ഇല്ലായിരുന്നുവെന്നും അഗസ്ത്യയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് താൻ മനഃപൂർവ്വം അശോകിന്റെ പേര് വലിച്ചിട്ടതെന്നും രേണു തുറന്നു പറഞ്ഞു. രേണു പറഞ്ഞു തീർന്നതും രുക്മണിയുടെ കൈ രേണുവിന്റെ കവിളിൽ പതിഞ്ഞിരുന്നു. അമ്മ, രേണു തന്റെ കവിളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. നീ എന്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോടി. എടി മഹാപാപി, എനിക്ക് എങ്ങനെയാണ് ഇത്രയ്ക്കും ക്രൂരയാവാൻ കഴിഞ്ഞത്? നീ നശിച്ചു പോവടി. രുക്മണി നെഞ്ച് തകർന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അമ്മയുടെ ശാപവാക്കുകൾ മുള്ളുപോലെ രേണുവിന്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങി. അമ്മ, ഇതൊക്കെ ചെയ്തത് ഞാനാണെന്ന് സമ്മതിച്ചല്ലോ. പക്ഷെ ഈ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയത് ഞാനല്ല അമ്മ. ദിയക്ക് ഞാൻ വിഷം കൊടുത്തിട്ടില്ല. ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല അമ്മ. രേണു തന്റെ അമ്മയ്ക്ക് നേരെ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. അത് ശരി, അപ്പോ എന്റെ ഭാര്യയോട് ആർക്കും എന്തുമാവാമല്ലേ? അതെന്താ അങ്ങനെ? ഇവള് നിങ്ങൾക്കൊക്കെ വില കുറഞ്ഞവളായിരിക്കാം, പക്ഷെ എനിക്കങ്ങനെയല്ല. ഇവൾക്ക് നേരെ ആരെങ്കിലും ഒരു ചെറുവിരൽ അനക്കിയാൽ പോലും അവരെ ഞാൻ വെറുതെ വിടില്ല. അഗസ്ത്യ ദിശയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. മോനെ സച്ചു, പറ്റിപ്പോയടാ, തെറ്റുപറ്റിപ്പോയി. രേണു അഗസ്ത്യക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞതും
അഗസ്ത്യക്ക് പുച്ഛമാണ് തോന്നിയത്. സത്യമായിട്ടും ദിയക്ക് വിഷം കൊടുത്തത് ഞാനല്ല, എന്റെ മക്കളാണ് സത്യം. അടുക്കളക്കാരി അനിതയാണ് ആ ജ്യൂസിനെ ഏൽപ്പിച്ചത്. ഞാനാണ് വിഷം ചേർത്തതെങ്കിൽ ഞാൻ സ്നേഹത്തോടെ ദിയോട് കുടിക്കാൻ പറയായിരുന്നില്ലേ? വേണമെങ്കിൽ കുടിക്കുന്ന പോലെയാ ഞാനൊന്ന് അവളോട് പെരുമാറിയത്. രേണു ആ പറഞ്ഞത് ശരിയാണെന്ന് ദിയു ഓർത്തു. അങ്ങനെ ഇപ്പൊ താൻ അവരെ ന്യായീകരിക്കാൻ പോണില്ല. തന്റെ അനിയത്തിയെ കൊല്ലാൻ കൂട്ടുന്ന ഇവർക്ക് ഇത് തന്നെ വേണം എന്ന പോലെ ദിയ അന്നേരം മൗനം പാലിച്ചു. പിന്നീടുള്ള അന്വേഷണത്തിൽ രേണു പറഞ്ഞത് ശരിയാണെന്നും അടുക്കളക്കാരി അനിത മുഖേന ശ്യാമയാണ് ഇത് ചെയ്തതെന്നും തെളിഞ്ഞു. ഇതിലൂടെ രേണുവിനെ കുടുക്കാമെന്നായിരുന്നു ശ്യാമയുടെ ഉദ്ദേശം. രേണുവല്ല ദിയയും കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയതെന്നറിഞ്ഞിട്ടും ഇന്ദ്രപ്രസ്ഥത്തിലുള്ളവർ ആരും അവളോട് ക്ഷമിക്കാൻ ഒരുക്കമല്ലായിരുന്നു. അതിനാൽ രേണുവിന് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ശ്യാമയ്ക്കുള്ള പണി അത് അഗസ്ത്യയുടെ വകയായിരുന്നു. ഹോട്ടൽ മുറിയിൽ വെച്ച് ശ്യാമയെയും ഒരു വ്യവസായ പ്രമുഖനെയും പിടികൂടിയത് വാർത്തകളിൽ ഇടം നേടി. മുറിയിൽ നിന്നും കിലോ കണക്കിന് മയക്കുമരുന്ന് കൂടി പിടികൂടി ജാമ്യമില്ലാത്ത വകുപ്പ് ചാർത്തി ശ്യാമയെ അറസ്റ്റ് ചെയ്തു. ശ്യാമ എന്ന അധ്യായം എന്നേക്കുമായി അവസാനിപ്പിച്ചു. അവിടുന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് മുംബൈയിലെ ഒരാശ്രമത്തിൽ നിന്നും അഗസ്ത്യ ഒരു കോൾ തേടിയെത്തുന്നത്. എല്ലാം കേട്ടതും അഗസ്ത്യ ദിശയുമായും നിധിയുമായും അങ്ങോട്ട് തിരിച്ചു. അവിടെ എത്തിയപ്പോഴാണ് അവര് കാര്യങ്ങളൊക്കെ അറിയുന്നത്. ചാന്ദിനി അന്ന് കൊക്കയിലേക്ക് ചാടി സ്വയം ജീവനൊടുക്കിയ ദിവസം അന്ന് യാദൃശ്ചികമായിട്ടാണ് രണ്ടുപേർ ആ വഴി വരുന്നതും എല്ലാം നേരിൽ കാണുന്നതും. പിന്നീട് അവർ ആ താഴ്വാരത്ത് ചാന്ദിനിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നതും ഒടുവിൽ ഒരിറ്റ് ജീവൻ അവശേഷിക്കുന്ന ചാന്ദിനി അവരെ കണ്ടെടുത്തു. അവിടുത്തെ ഒരു ആശ്രമത്തിൽ വൈദ്യ ചികിത്സക്കായി കൊണ്ടുപോവുകയായിരുന്നു. ആരാണെന്നോ എന്താണെന്നോ അറിയാതെ 1 വർഷം അവൾ അവിടെ കഴിഞ്ഞു. പക്ഷെ അവളുടെ അവസ്ഥയിൽ ഒരു പുരോഗതിയുമില്ലായിരുന്നു. ചികിത്സയിൽ കഴിയുന്നതിനിടെ അവൾ മരണപ്പെട്ടു. ബോഡി അവിടെ തന്നെ ദഹിപ്പിച്ചു. രോഹിത് മർഡർ കേസ് ചർച്ചയായതോടെയാണ് ശാന്തിനി ആരാണെന്ന് അവർ അറിയുന്നതും. അതുവഴിയാണ് അവരിപ്പോ അഗസ്ത്യയെ ബന്ധപ്പെട്ടത്. ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ ഏൽപ്പിക്കാൻ വേണ്ടി അവര് ചിതാഭസ്മം ഒരു കുടത്തിൽ സൂക്ഷിച്ചിരുന്നു. അതവർ ദിശയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഹൃദയം നുറുങ്ങുന്ന വേദനയുടെ ദിശ അഗസ്ത്യയോടൊപ്പം നാട്ടിലേക്ക് തിരിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. അതിനിടയിൽ രോഹിത് ട്രീസ മർഡർ കേസിലെ 1-ാം പ്രതി സുധാകരന് കോടതി വധശിക്ഷ വിധിച്ചു. കൂട്ടുപ്രതികളായ പ്രതാപ് പോത്തന് ജീവപര്യന്തവും മന്ത്ര തോമസിന് 5 വർഷത്തെ കഠിന തടവും 10 ലക്ഷം രൂപ പിഴയും വിധിച്ചു. ബാക്കിയുള്ള പ്രതികൾക്ക് അവർ ചെയ്ത കുറ്റത്തിനനുസരിച്ച് ശിക്ഷ ലഭിക്കുകയും ചെയ്തു. മന്ത്ര തോമസിന് ജയിലിലും പ്രത്യേക പരിഗണനയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം അവറാച്ചൻ ജയിലിൽ ലോനപ്പനെ കാണാൻ ചെന്നതാണ്. ലോനപ്പന് മുന്നിൽ അവറാച്ചൻ കുറ്റബോധത്തോടെ തലയും താഴ്ത്തി നിൽപ്പുണ്ട്. അവറാച്ചൻ മുതലാളി, എനിക്കൊരു സഹായം ചെയ്യുമോ? അവന്മാരെ എന്റെ അരികിലേക്ക് ഒന്ന് എത്തിച്ചു തരാനുള്ള വഴി ഉണ്ടാക്കി തരുമോ? ഈ ഒരു സഹായം മുതലാളി എനിക്ക് ചെയ്തു തന്നെ പറ്റൂ. എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവരെ ഒരു നിയമത്തിന് ഞാൻ വിട്ടുകൊടുക്കില്ല. എല്ലാത്തിനെയും ഇഞ്ചിഞ്ചായി കൊല്ലും ഞാൻ. ഒരാളെ കൊന്നാലും 4 പേരെ കൊന്നാലും ശിക്ഷ ഒന്ന് തന്നെയാ. കൂടിപ്പോയാൽ തൂക്കുകയർ കിട്ടുമായിരിക്കും. എന്തായാലും വേണ്ടില്ല, എന്റെ കുഞ്ഞിനെ കുത്തിവലിച്ച വേട്ടപ്പട്ടികളെ എനിക്ക് ഈ കൈ കൊണ്ട് കൊല്ലണം. പ്രാണന് വേണ്ടി അവർ എന്റെ മുന്നിൽ കെഞ്ചുന്നതേ എനിക്ക് കൺകുളിർക്കെ കാണണം. പ്രാണൻ പോകുമ്പോഴുള്ള വേദന അതെന്താണെന്ന് അവമാനം ഞാൻ അറിയിക്കും. ഇരുമ്പൊഴിക്കുള്ളിൽ നിന്നും ലോനപ്പന്റെ കണ്ണിൽ അഗ്നി എരിഞ്ഞു. അയാളുടെ കൈ ഇരുമ്പ് കമ്പിയിൽ മുറുകി. ലോനപ്പ, ഇക്കാര്യത്തിൽ നിന്നെ സഹായിക്കാൻ ഒരാൾക്കേ കഴിയൂ. ആ DCPക്ക്. നിനക്ക് വേണ്ടി ഞാൻ അവന് മുന്നിൽ യാചിക്കാൻ തയ്യാറാണ്. അവറാച്ചന്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. അങ്ങനെ എല്ലാ ശത്രുതയും മറന്നു അവറാച്ചൻ അഗസ്ത്യയുടെ മുന്നിലെത്തി. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ലോനപ്പന്റെ ആവശ്യം അംഗീകരിക്കാൻ അഗസ്ത്യ ഒരുക്കമില്ലായിരുന്നു. പക്ഷെ ഒരച്ഛന്റെ വേദന കാണാതിരിക്കാനും അഗസ്ത്യക്ക് പറ്റില്ലായിരുന്നു. തന്റെ സഹോദരനെ കൊണ്ട സുധാകരനെ തന്റെ കൈകൊണ്ട് തീർക്കണമെന്ന് അഗസ്ത്യ ആഗ്രഹിച്ചതുമാണ്. ഇതിപ്പോ സുധാകരന്റെ ജീവൻ എടുക്കാൻ ഏറ്റവും അനുയോജ്യൻ ലോനപ്പൻ തന്നെയാണെന്ന് അഗസ്ത്യക്ക് തോന്നി. ഒരു തെളിവ് പോലും അവശേഷിക്കാതെ 3 പേരെയും ഇല്ലാതാക്കാൻ താൻ ലോനപ്പനെ സഹായിക്കാമെന്ന് അഗസ്ത്യ ഉറപ്പ് നൽകി. പിന്നീടുള്ള ദിവസങ്ങൾ അതിനുള്ള പദ്ധതി ഒരുക്കലായിരുന്നു. അവരുടെ പദ്ധതി വിജയകരമാവുകയും ചെയ്തു. ആദ്യം ഇല്ലാതാക്കിയത് സുധാകരനെ തന്നെയായിരുന്നു. ദിശ പറഞ്ഞതുപോലെ നിയമം വിധിക്കുന്ന ശിക്ഷയ്ക്ക് മുന്നേ ദൈവം വിധിച്ച ശിക്ഷ ലോനപ്പനിലൂടെ സുധാകരൻ ഏറ്റുവാങ്ങി. പിന്നീട് ലോനപ്പൻ തന്നെ ബാക്കി 2 പേരെയും തീർത്തു. 3 പേരെയും ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ജയിലിനകത്ത് വെച്ച് വ്യത്യസ്ത സാഹചര്യത്തിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. 3 പേരുടെയും ജനനേന്ദ്രിയം മുറിച്ചു മാറ്റിയ നിലയിലായിരുന്നു കാണപ്പെട്ടത്. കേസന്വേഷണം പല വഴിക്കു നടന്നുവെങ്കിലും ഒരു പുരോഗതിയും ഇല്ലാത്തതിനാൽ പിന്നീട് അത് ഉപേക്ഷിക്കുകയായിരുന്നു.
5 വർഷങ്ങൾക്ക് ശേഷം പോലീസ് സ്റ്റേഷനിൽ അഗസ്ത്യയുടെ ക്യാബിനിലേക്ക് ഒരു പോലീസുകാരൻ ഓടി വന്നു. സർ, കളക്ടറേറ്റിൽ വിദ്യാർത്ഥികളുടെ മിന്നൽ മാർച്ച് നടക്കുകയാണെന്ന്. കളക്ടറേറ്റ് ഉദ്യോഗസ്ഥൻ വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയതിനാണ് വിദ്യാർത്ഥികൾ പ്രകോപിതരായത്. കളക്ടറേറ്റ് ജീവനക്കാർക്ക് നേരെ കല്ലേറ് നടന്നെന്നാണ് അറിഞ്ഞത്. അയാൾ പറഞ്ഞത് കേട്ടതും അഗസ്ത്യയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി അഗസ്ത്യ തന്റെ വണ്ടിയെടുത്ത് കളക്ടറേറ്റ് ലക്ഷ്യം വെച്ച് നീങ്ങി. പിന്നാലെ പോലീസ് ഫോഴ്സും ഉണ്ടായിരുന്നു. സംഭവ സ്ഥലത്തെത്തിയതും വിദ്യാർത്ഥികളെ തള്ളി മാറ്റി അഗസ്ത്യ കളക്ടറേറ്റിനകത്തേക്ക് നടന്നു. ഇതേ സമയം അകത്തെ മുറിയിൽ ഡിസ്ട്രിക്ട് കളക്ടർ ദിശ അഗസ്ത്യ IAS എന്ന നെയിം ബോർഡിന് മുന്നിലിരിക്കുന്ന ദിശയ്ക്ക് ഇനിയും താനിങ്ങനെ ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നലുണ്ടാവുന്നത്. അവരോട് സംസാരിച്ച് അവരുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചറിയാമെന്ന് കരുതി അവൾ പുറത്തിറങ്ങാൻ തീരുമാനിച്ചു. ദിശ തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ വാക്കുകൾ ശ്രദ്ധിക്കാതെ ഡോർ തുറന്നു. മുഖത്തെ കണ്ണട ഒന്നുകൂടെ നേരെയാക്കി ചെറുതായി വീർത്തു വന്ന വയർ മറയും വിധം സാരി ഒതുക്കി അവൾ പുറത്തേക്ക് ഇറങ്ങി നടന്നു. ദിശ പുറത്തേക്ക് ഇറങ്ങി വന്നത് ശ്രദ്ധിക്കാതെയാണ് അതേ നേരത്ത് വിദ്യാർത്ഥികളിൽ ഒരുവൾ അകത്തേക്ക് കല്ലെറിയുന്നത്. കല്ല് കൃത്യമായി ദിശയുടെ നെറ്റിയിൽ കൊണ്ടിരുന്നു. ദിശയ്ക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. കണ്ണിൽ ഇരുട്ട് പടർന്നതും ബാലൻസ് തെറ്റി അവൾ വീഴാനൊരുങ്ങി. എന്നാൽ അവൾ വീഴുന്നതിന് മുൻപേ അഗസ്ത്യയുടെ കരങ്ങൾ അവളെ ചേർത്ത് പിടിച്ചിരുന്നു. വിദ്യാർത്ഥികളെ പിടിച്ചു മാറ്റാൻ അഗസ്ത്യ കൂടെയുള്ള പോലീസുകാർക്ക് നിർദ്ദേശം നൽകി. ദിശ, കണ്ണു തുറക്ക്, ഇത് ഞാനാ. ദിശ കണ്ണു തുറന്ന് അവനെ നോക്കാൻ ശ്രമിച്ചു. പേടിക്കേണ്ട, ഞാൻ കൂടെയുണ്ട്. അതും പറഞ്ഞ ദിശയും കൈകളിൽ കോരിയെടുത്ത് അവൻ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. മുറിവൊക്കെ ഡ്രസ് ചെയ്ത് ഡ്രിപ്പൊക്കെ ഇട്ടും എല്ലാം കഴിഞ്ഞ് അഗസ്ത്യ ദിശയും കൊണ്ട് തിരികെ വണ്ടിയിലെത്തി. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നാണല്ലോ, എന്നാലും ഇത്ര കൃത്യമായിട്ട് കിട്ടുമെന്ന് കരുതിയില്ല. അഗസ്ത്യയുടെ പറച്ചിൽ കേട്ട് ദിശ അവനെ കൂർപ്പിച്ചു നോക്കി. അല്ല, പണ്ട് നിനക്ക് ഇത് തന്നെ ആയിരുന്നല്ലോ പണി. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇപ്പോ കളക്ടർ മാഡത്തിന് കിട്ടി ബോധിച്ചപ്പോ സന്തോഷമായല്ലോ. അഗസ്ത്യയുടെ പറച്ചിൽ കേട്ട് ദിശ ചുണ്ടു കൂർപ്പിച്ചു അവനെ നോക്കി. എന്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അവളുടെ ഉന്തിയ വയറിൽ കൈവച്ചുകൊണ്ടാണ് അവനത് ചോദിച്ചത്. അന്നേരം കുഞ്ഞിറങ്ങിയതും ഇരുവരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു. അവന്റെ അതരങ്ങൾ അവളുടെ വയറിൽ അമർന്നു. അത് കണ്ട് ദിശയുടെ മുഖത്ത് കുശുമ്പ് നിറഞ്ഞു. ഇപ്പോഴും എന്റെ പെണ്ണിന്റെ കുശുമ്പ് മാറിയിട്ടില്ല അല്ലേ? അടുത്ത നിമിഷം അവന്റെ അതരങ്ങൾ അവളുടെ കവിളിൽ ആകമാനം ഒഴുക്കി നടന്നു. തിരികെ അവൾ അവന്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ദിശ, നിലാവ് പെയ്യുന്ന രാത്രിയിലെ ആ കായൽ സവാരി ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു സ്വപ്നമായി അവശേഷിക്കുക. നീണ്ടു നീണ്ടു പോകുന്ന എന്റെ ആ സ്വപ്നത്തിനെ നാളെ അങ്ങൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാലോ? അഗസ്ത്യ ചോദിച്ചു. DCP സാർ, താങ്കളുടെ ജൂനിയർ എന്റെ വയറ്റിൽ കിടക്കുക, അത് മറക്കണ്ട. എന്റെ കുഞ്ഞിനെ വേദനിപ്പിക്കാതെ ഞാൻ നിന്നെ സ്നേഹിച്ചോളാം, പോരെ? അവളുടെ താടി പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവളിൽ നാണം നിറഞ്ഞു. അപ്പൊ നമ്മുടെ രാജകുമാരിയോ? അവളില്ലാതെ ഇയാൾക്ക് ഒരു നിമിഷം പോലും പറ്റില്ലല്ലോ. നിധിയുടെ കാര്യമാണ് ദിശ ഉദ്ദേശിച്ചത്. നാളത്തെ ദിവസം ഞാനും നീയും മാത്രം മതി, പ്ലീസ്. അവന്റെ സ്വരം അത്രമേൽ നേർത്തിരുന്നു. ശരി, സമ്മതിച്ചു. എന്നാ ഞാനൊരു കാര്യം ആവശ്യപ്പെടട്ടെ? സാധിച്ചു തരണം. ഗർഭിണിയായ ഭാര്യയുടെ ആഗ്രഹം എന്തായാലും സാധിച്ചു കൊടുക്കണമെന്നാണ്. ശരി, ഞാനും സമ്മതിച്ചു. പറ, എന്റെ ഗർഭിണിയായ ഭാര്യയ്ക്ക് എന്താ വേണ്ടേ? നിന്റെ ആഗ്രഹം എന്തായാലും ഞാനത് സാധിച്ചു തരും. ഉറപ്പാണല്ലോ? എനിക്ക് തന്ത ഒന്നേ ഉള്ളൂ, അവൻ മീശ പിരിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. അതെ, എനിക്കിതിന് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല, നിർഭാഗ്യവശാൽ എനിക്ക് തന്ത രണ്ടായിപ്പോയി. ദിശയുടെ പറച്ചിൽ കേട്ട് അഗസ്ത്യ ഉറക്കെ ചിരിച്ചു. മതി ചിരിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാലേ, ഇനിയും അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കണോ? നിങ്ങൾ എന്തിനാ ഇപ്പോഴും അച്ഛനെ ഇങ്ങനെ അകറ്റി നിർത്തുന്നേ? എത്രയോ തവണ ആ പാവം നിങ്ങളുടെ അരികിൽ വന്ന് കെഞ്ചി ചോദിച്ചതാ, ലക്ഷ്മിയമ്മ ഒന്ന് കാട്ടിത്തരുമോന്ന്. ലക്ഷ്മിയമ്മയെ മാത്രല്ല, രോഹിത്തിനെയും കാണാൻ അച്ഛന് നല്ല ആഗ്രഹമുണ്ട്. പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഒരേ ഒരു തവണ അച്ഛൻ ലക്ഷ്മിയമ്മയെ ഒന്ന് കണ്ടോട്ടെ സച്ചുവേട്ടാ, പ്ലീസ് പ്ലീസ്. എൻ്റെ ഈ ഒരു ആഗ്രഹം സച്ചുവേട്ടൻ സാധിച്ചു തരണം. തരില്ലേ? അവൾ അവന് ഹോട്ടായി ഒരു കിസ് കൊടുത്തു. ഒപ്പം അവളുടെ കൈകൾ അവന്റെ ശരീരത്തിൽ അലഞ്ഞു നടന്നു. ഇത് വണ്ടിയാ, നീ മനുഷ്യന്റെ കൺട്രോൾ കളയോ? അവളുടെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കി ഇളിച്ചു കാണിച്ചു. ദിശക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കാൻ അഗസ്ത്യ ഒരുക്കമല്ലായിരുന്നു. ഒടുവിൽ അഗസ്ത്യക്ക് സമ്മതം മൂളേണ്ടി വന്നു. അതെ, ഈ പെർഫോമൻസ് നാളെ രാത്രിയിലും കണ്ടാൽ മതി.
അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. വണ്ടി മുന്നോട്ടെടുത്തു. പിറ്റേ ദിവസം അഗസ്ത്യയുടെ വണ്ടി ലക്ഷ്മി നിലയത്തിന്റെ ഗേറ്റ് കടന്നു വന്നു. അഗസ്ത്യ വണ്ടിയിൽ നിന്നിറങ്ങി. കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും അശോകും. ദിശ നിധിയുടെ കൈ പിടിച്ച് ബാക്കിൽ നിന്നും ഇറങ്ങി. മമ്മ, ഞാൻ പപ്പയുടെ കൂടെയാ. ദിശയുടെ കയ്യിൽ നിന്നും പിരിവിട്ട് നിധി അഗസ്ത്യയുടെ അരികിലേക്ക് ഓടി. അഗസ്ത്യ അവളെ ചേർത്ത് പിടിച്ചു. അഗസ്ത്യയുടെ കൈയും പിടിച്ചുകൊണ്ട് നിധി തുള്ളിച്ചാടി പോകുന്നത് നോക്കിക്കൊണ്ട് അശോക് പിന്നാലെ നടന്നു. തനിക്ക് ആ കുഞ്ഞിനൊന്ന് താലോലിക്കാനോ ചേർത്ത് പിടിക്കാനോ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് അശോകിന്റെ ഹൃദയം വേദനിച്ചു. ഇല കാണാതെ പൂത്തു നിൽക്കുന്ന പൂമരത്തിന് കീഴെയായി 3 ആത്മാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കാഴ്ച അശോക് നോക്കിക്കാണുകയായിരുന്നു. നിധിയെയും ചേർത്ത് പിടിച്ച് ദിശയും അഗസ്ത്യയും ലക്ഷ്മി അമ്മയ്ക്കും രോഹിത്തിനും ശാന്തിനിക്കും റോസാപ്പൂക്കൾ അർപ്പിച്ചു. നിധിക്കുട്ട, എന്നത്തെയും പോലെ അച്ഛനോടും അമ്മയോടും അച്ഛമ്മയോടും ഐ ലവ് യു പറ. ദിശ നിധിയോടെന്ന പോലെ പറഞ്ഞതും നിധി പറഞ്ഞു തുടങ്ങി. ഐ ലവ് യു അച്ഛ, ഐ ലവ് യു അമ്മ, ഐ ലവ് യു അച്ഛമ്മ. ഗുഡ് ഗേൾ. അഗസ്ത്യ അവളെ എടുത്തുയർത്തി കവളിൽ ചുംബിച്ചു. അഗസ്ത്യയും ദിശയും പതിവ് പോലെ നിധിയുടെ ഓരോ കാര്യങ്ങളും രോഹിത്തിനോടും ശാന്തിനിയോടും പറഞ്ഞു തങ്ങളുടെ സന്തോഷം അവരുമായി പങ്കുവച്ചു. ആത്മാക്കൾ തങ്ങളുടെ സന്തോഷം അറിയിച്ചുകൊണ്ട് മരത്തിൽ നിന്നും പൂക്കൾ പൊഴിച്ചു. ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരപരിചിതനെ പോലെ അശോക് അല്പം ദൂരെയായി നിന്നു. തനിക്കിവിടെ വരാനോ ഇവരെ കാണാനോ ഒരർഹതയില്ലെന്ന് തോന്നിയ നിമിഷം അശോക് തന്റെ നിറയാൻ വെമ്പുന്ന മിഴികളെ ശ്വാസിച്ചു നിർത്തി തിരിഞ്ഞു നടന്നു. അച്ഛാ. ഒരു പിൻവിളി കേട്ടതും അശോക് തിരിഞ്ഞു നോക്കി. അത് അഗസ്ത്യയായിരുന്നു. വർഷങ്ങളായി താൻ ഈ വിളി കേട്ടിട്ട് അശോക് ഓർത്തു. അയാൾ മകനെ നോക്കി കൃത്രിമമായി ഒന്ന് പുഞ്ചിരിച്ചു. അവർക്ക് പ്രൈവസി നൽകി ദിശാനിധിയുമായി അവിടെ നിന്ന് നടന്നു നീങ്ങി. അച്ഛന് ഇവരോടൊന്നും പറയാനില്ലേ? ഇതിനു വേണ്ടിയാണോ അച്ഛൻ ഈ വർഷങ്ങൾ അത്രയും നാളുകൾ എന്നെ കാത്തിരുന്നത്? മോനെ, ഞാൻ മറുപടി പറയാനാവാതെ അശോക് മകന് മുന്നിൽ വെന്തുരുകി. പറയാനുള്ളത് അച്ഛൻ അവിടെ പറഞ്ഞാൽ മതി. എനിക്കറിയാവുന്ന ലക്ഷ്മിയമ്മ അച്ഛനോട് ക്ഷമിച്ചോളും. ലക്ഷ്മിയമ്മ ക്ഷമിച്ച അവനും ക്ഷമിച്ചോളും. അവൻ എന്നെ പോലെയല്ല, അക്കിയെ പോലെയാ. ആരോടും അങ്ങനെ അധിക നാളൊന്നും പിഴങ്ങിയിരിക്കാൻ അവനാവില്ല. അത്രയും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കുന്ന അഗസ്ത്യ അശോക് നോക്കി നിന്നു. അപ്പോഴും അഗസ്ത്യ പറഞ്ഞതിന്റെ പൊരുൾ ചികഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അശോക്. അശോക് സീതാലക്ഷ്മി എന്ന ലക്ഷ്മിയമ്മയുടെ ശവകുടീരത്തിന് മുന്നിൽ ഒട്ടുകുത്തിയിരുന്ന് കണ്ണുനീർ പൊഴിച്ചു. മാപ്പ്. അശോകിന്റെ അതിരങ്ങൾ മൊഴിഞ്ഞു. എനിക്കറിയില്ലായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. നിന്നെയും നമ്മുടെ മോനെയും ഇതുപോലെ കാണേണ്ടി വന്നല്ലോ എന്നോർത്ത് എന്റെ നെഞ്ചു നീറുക. നിന്റെ മുന്നിൽ ഇതുപോലെ നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലെന്നറിയാം. എങ്കിലും എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട് ലച്ചു. അത് പറഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം. എല്ലാവരും കരുതും പോലെ ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നെ ചതിച്ചിട്ടില്ല ലച്ചു. ആരൊക്കെ എന്നെ അവിശ്വസിച്ചാലും വേണ്ടില്ല. പക്ഷെ നീ എന്നെ വിശ്വസിക്കണം ലച്ചു. നാട്ടിലേക്ക് പോയ ഞാൻ നിന്നെ അന്വേഷിച്ച് തിരിച്ച് പാലക്കാട് വന്നിരുന്നു. അന്ന് നിന്റെ അപ്പയിൽ നിന്നും അമ്മയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് നിന്നെ ദൂരെ ഒരു നാട്ടിലേക്ക് കെട്ടിച്ചു വിട്ടെന്നാണ്. സുജാതയുടെ ആലോചന വന്നപ്പോ ഞാൻ അവളോട് നിന്നെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവളാ നിന്നെ കൂട്ടിക്കൊണ്ടു പോരാൻ പറഞ്ഞ് എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. നീ എന്നെ ഉപേക്ഷിച്ചു പോയതറിഞ്ഞ് ഞാൻ ആകെ തകർന്നു പോയി. പിന്നീട് വീട്ടുകാരുടെ നിർബന്ധപ്രകാരം എനിക്ക് സുജാതയെ സ്വീകരിക്കേണ്ടി വന്നു. നിന്നെപ്പോലെ അവൾ ഒരു പാവ. നിന്നെ സ്നേഹിച്ചിരുന്നു എന്നതിനപ്പുറം അവൾക്കൊന്നും അറിയില്ല, ഒന്നും. ഇപ്പോഴും രോഹിത് ആരാണെന്നോ നിധിമോൾ ആരാണെന്നോ അവൾക്കറിയില്ല. അവൾ അറിയണ്ടാവുന്നു. ഒരിക്കൽ കൂടി മാപ്പ്. അത്രയും പറഞ്ഞുകൊണ്ട് അശോക് എഴുന്നേറ്റു. ശേഷം രോഹിത്തിന്റെ അസ്ഥിത്തറയും ചാന്ദിനിയുടെ അസ്ഥിത്തറയും ഒന്ന് തഴുകിക്കൊണ്ട് എഴുന്നേറ്റ് തിരിഞ്ഞു നടന്നു. മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ഒരിക്കൽ പോലും അയാൾ തിരിഞ്ഞു നോക്കിയില്ല. അതിനുള്ള ശക്തി അയാൾക്കില്ലായിരുന്നു. രാത്രിയിൽ അന്ന് തന്നെയായിരുന്നു സനലിന്റെയും മയൂരിയുടെയും കുഞ്ഞിന്റെയും 1ാം പിറന്നാൾ. ബർത്ത്ഡേ പ്രമാണിച്ചു അന്ന് രാത്രിയിൽ ഇരുവരും ഒരു കുഞ്ഞു പാർട്ടി ഒരുക്കിയിരുന്നു. അഗസ്ത്യയും ആര്യനും ഷിബുവും താമസിക്കുന്ന അതേ ഫ്ലാറ്റിൽ തന്നെയാണ് സനലും മയൂരിയും താമസിക്കുന്നത്. ആര്യനും മാനസയും വിവാഹം കഴിഞ്ഞ ഉടനെ ഗപ്പടിച്ചിരുന്നു. അവരുടെ കുഞ്ഞിപ്പോ 4 വയസ്സായി. ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തത് കൊണ്ടാവാം സനലും മയൂരിയും ഗപ്പടിക്കാൻ ധൃതി കാട്ടിയില്ല. കുഞ്ഞിനിപ്പോ 1 വയസ്സായതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഷിബുമോൻ
നിറഞ്ഞു നിൽക്കുന്ന പെങ്ങന്മാരെ 3 പേരെയും കെട്ടിച്ചു വിട്ടപ്പോഴാണ് താൻ നിറഞ്ഞു നിൽക്കുന്ന കാര്യം അറിയുന്നത് പോലും. പിന്നെ ഒന്നും നോക്കിയില്ല, മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്ത് ചായയും മിച്ചനും കഴിക്കാനുള്ള ഭാഗ്യമുണ്ടാക്കി. അടുത്ത മാസം ആളുടെ വിവാഹമാണ്. വധു നഴ്സാണ്. മയൂരിയും മാനസയും അത്യാവശ്യം കേസൊക്കെയുള്ള അഡ്വക്കേറ്റ്സ് ആണ്. പിന്നെ നമ്മുടെ സനൽ ഒരു പടം എടുക്കാനുള്ള പുറപ്പാടിലാണ്. ഒരു സംഭവ കഥയാണ്, ഒരു ക്രൈം ത്രില്ലർ. അഖിലിനും ദിയക്കും 4-2 വയസ്സുള്ള 2 കുട്ടികളുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കഥയിലെ നായകനും നായികയിലേക്കും തിരിച്ചു പോവാം. 2 പേരും സനലിന്റെ കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിയും കഴിഞ്ഞു നേരെ ചെന്നത് ദിശയുടെ വീട്ടിലേക്കാണ്. നിധിയെ പ്രഭാകരനെയും ബീനയെയും ഏൽപ്പിച്ചു. ഇരുവരും അവിടെ നിന്നിറങ്ങി. എങ്ങോട്ടാണെന്നോ അവരുടെ ബാക്കി വെച്ച സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ. അഗസ്ത്യ മുമ്പ് പറഞ്ഞതുപോലെ നിലാവ് പെയ്യുന്ന രാത്രിയിലെ കായൽ സവാരി. ആകാശത്ത് നിറയെ മിന്നുന്ന നക്ഷത്രങ്ങൾ. തിളങ്ങുന്ന ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും കാഴ്ചയിൽ മുഴുകി ദിശ അഗസ്ത്യയുടെ നെഞ്ചോട് ചേർന്നിരിക്കുന്നുണ്ട്. വെള്ളത്തിന്റെ അലകളുടെ ശബ്ദത്തോടെയുള്ള ശാന്തസുന്ദരമായ യാത്ര ഇരുവരും ഒരുമിച്ച് ആസ്വദിക്കുകയാണ്. സച്ചുവേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ശാലിൻ, അവൾക്ക് എന്താ പറ്റിയേ? നിങ്ങൾ രണ്ടും കൂടി അവളെ കൊന്നോ അതോ? ദിശയുടെ ആ ചോദ്യം കേട്ട് അഗസ്ത്യ പുഞ്ചിരിച്ചു. നിനക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ എന്നാണോ? അതെ, പക്ഷേ ദൃശ്യം മോഡൽ ആൻസർ ആണെങ്കിലേ വേണമെന്നില്ല. ദൃശ്യം മോഡൽ ആൻസർ അല്ലാതെ അതിന് മറ്റൊരു ആൻസർ ഇല്ല ദിശ. നിറഞ്ഞ പുഞ്ചിരിയോടെ തന്റെ മുഖത്ത് നോക്കി പറയുന്നവനവൾ ഇമ ചിമ്മാതെ നോക്കി നിന്നു. അതെ, കളക്ടർ മാഡം ഇതിന്റെ പേരിൽ എന്നെ അകത്തിയതില്ലെന്ന് ആര് കണ്ടു? അവളുടെ കാതോരം ചുംബിച്ചുകൊണ്ട് അഗസ്ത്യ പറഞ്ഞതും ദിശ അവന്റെ നെഞ്ചിൽ ചെറുതായി കടിച്ചു. ഈ പട്ടിക്കുട്ടി വേദനിപ്പിക്കല്ലേ? അവളുടെ കാതിൻ തുമ്പ് ചെറുതായി കടിച്ചു നുണഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞതും അടുത്ത നിമിഷം അവന്റെ നെഞ്ചിൽ അവളുടെ അതരങ്ങൾ അമർന്നു. അവളുടെ പ്രവൃത്തി അവന്റെ അതരങ്ങളിൽ ഒരു ചെറുപുഞ്ചിരിയായി മുട്ടിട്ടു. ദച്ചൂസ്, ഐ ലവ് യു മൈ സ്വീറ്റ് ഹാർട്ട്. അവളുടെ കാതോരം അവൻ മുഴഞ്ഞു. അത്രമേൽ ആർദ്രമായിരുന്നു അവന്റെ സ്വരം. എന്നത്രയ്ക്കിഷ്ടാണോ? അത് ചോദിക്കാനുണ്ടോ? അനന്തമായി ആകാശത്തോളം ഞാൻ എന്നെ പ്രണയിക്കുന്നുണ്ട് ദിശ. ഏറെ പ്രണയത്തോടെയും അതിലുപരി ഒരുതരം നിർവൃതിയോടെയുള്ള അവന്റെ വാക്കുകൾ കേട്ട് അവളുടെ നീലക്കണ്ണുകൾ ഒന്നുകൂടെ വിടർന്നു. ചുണ്ടിൽ നാണത്തിൽ കുതിർന്നൊരു പുഞ്ചിരിയും വിരിഞ്ഞു. അവൾ തന്റെ പ്രിയപ്പെട്ടവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞതും അവനൊന്നുകൂടെ അവളെ ചേർത്ത് പിടിച്ചു. ആ നിമിഷം അവന്റെ അതരങ്ങൾ ഒന്നുകൂടെ അവളുടെ നെറുകയിൽ അമർന്നു. വഞ്ചിയിലെ റാന്തൽ വിളക്ക് രാത്രിയുടെ ഭംഗിയിൽ ഒന്നുകൂടെ തിളങ്ങി. ഇരുവരെയും കൊണ്ട് വഞ്ചി ആ മനോഹരമായ കായലിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു.